ഒരിക്കൽ ഗുളികൻ പാതാളത്തിൽ പോയി 12 വർഷം ഒളിച്ചിരിക്കുകയും കാലനില്ലാത്ത ജഗത്തിൽ എല്ലാവരും വിഷമിക്കുകയും ചെയ്തു. ത്രിമൂർത്തികൾ ഇടപെട്ടതിനാൽ 12 വിധത്തിലുള്ള ഗുളികന്മാരായി ഗുളികൻ ഭൂമിയിലേക്ക് തിരിച്ചു വന്നു. നാഗവംശത്തിൽപ്പെട്ട രൂപമാണ് ഗുളികന്. പാമ്പിൻ്റെ പത്തിയുമായി മുഖത്തിനും മുടിക്കും ബന്ധമുണ്ട്. നാഗപടത്തിൻ്റെ രൂപസാദൃശ്യ മുടിയിൽ കാണാം. ശിവാംശജാതനായ ഗുളികൻ ജീവജാലങ്ങളുടെ മരണസമയത്ത് ജീവനെ കൊണ്ടുപോകുന്ന ദേവനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പുറംകാലൻ എന്നും ഗുളികന് പേരുണ്ട്. കാലൻ, അന്തകൻ, യമൻ, കാലാന്തകൻ എന്നീ പേരുകളിലും ഗുളികൻ അറിയപ്പെടുന്നു. പരമശിവന്റെ ഇടത് തൃക്കാലിൻ്റെ പെരുവിരൽ പൊട്ടിപ്പിളർന്നുണ്ടായ അനർദ്ധകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ദേവനാണ് ഗുളികൻ. തൻ്റെ ഭക്തനായ മാർക്കണ്ഡേയൻ്റെ രക്ഷാർത്ഥം മഹാദേവൻ കാലനെ തൻ്റെ 3-ാം തൃക്കണ്ണ് തുറന്ന് ഭസ്മമാക്കി. കാലനില്ലാത്ത കാരണം എങ്ങും മരണമില്ലാതെയും ഭാരം സഹിക്കവയ്യാതെ ഭൂമിദേവി ദേവന്മാരോട് അവർ മഹാദേവനോടും പരാതി പറഞ്ഞു. അതിനൊരു പരിഹാരമെന്നോണം പെരുവിരൽ ഭൂമിയിൽ അമർത്തി മഹാദേവൻ്റെ ഇടത് തൃക്കാൽ പൊട്ടി അതിൽ നിന്നും ഗുളികൻ അവതരിച്ചു. ത്രിശൂലവും കാലപാശവും നൽകി ഗുളികനെ കാലൻ്റെ പ്രവൃത്തി ചെയ്യാൻ മഹാദേവൻ ഭൂമിയിലേക്ക് അയച്ചു. ജനനം മുതൽ മരണം വരെ ചെറുതും വലുതും നല്ലതും ചീത്തയുമായ എല്ലാ കർമ്മങ്ങളിലും ഗുളികൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു.